നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വായ്നാറ്റം, ഇംഗ്ലീഷിൽ ഹലിറ്റോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ്. പലരെയും അലട്ടുന്നതും മനോവിഷമത്തിലാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വായ്നാറ്റം എന്ന് പറയുന്നത്. അമിതമായ പുകവലി, മദ്യപാനം, ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദഹന പ്രശ്നങ്ങൾ, വായ വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, ഇതെല്ലാം കൊണ്ട് വായ്നാറ്റം ഉണ്ടാകാം. ഇതുകൂടാതെ മറ്റ് പല രോഗങ്ങളുടെ ലക്ഷണമായും വായ്നാറ്റം ഉണ്ടാകാം. എന്തെങ്കിലും രോഗങ്ങൾ കാരണമാണ് വായ്നാറ്റം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം ആ രോഗം പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. കോമൺ ആയിട്ടുള്ള വായ്നാറ്റത്തിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലികളാണ് ഇനി ഷെയർ ചെയ്യുന്നത്. ആദ്യമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അമിതമായ വായ്നാറ്റമുള്ളവർ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് ഉപയോഗിച്ച് 2 നേരം ബ്രഷ് ചെയ്യാനായി ശ്രദ്ധിക്കുക. കിടക്കാൻ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും വായ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉറക്കത്തിന്റെ ദൈർഘ്യം കൂടുതലായത് കാരണം ഭക്ഷണപദാർത്ഥങ്ങൾ വായിൽ അടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായ്നാറ്റത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏലത്തിരി സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കുന്നത് വായ്നാറ്റം അകറ്റാൻ ഏറ്റവും ബെസ്റ്റ് ഒറ്റമൂലിയാണ്. ഗ്രാമ്പു തൈലം വായ്നാറ്റം മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഗ്രാമ്പു തൈലം ഉപയോഗിച്ച് വായിൽ വെള്ളം കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ്. ഇതുപോലെ തന്നെ നാരങ്ങ നീര് കവിൾ കൊള്ളുന്നതും കുടിക്കുന്നതും വായ്നാറ്റം അകറ്റാൻ നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കോമൺ ആയിട്ടുള്ള വായ്നാറ്റം തീർച്ചയായിട്ടും മാറ്റാൻ കഴിയുന്നതാണ്. വായ്നാറ്റത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.